എല്ലാവർക്കും ശരത്'S പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വാട്സാപ്പിൻ്റെ ഏറ്റവും പുതിയ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വളരെയധികം ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പുതിയ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാരണം നിങ്ങളുടെ എന്തൊക്കെ ഡാറ്റയാണ് വാട്സാപ്പ് കളക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു വിശദമായ വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി. സോ അത് നിങ്ങൾ കണ്ടില്ല എങ്കിൽ മുകളിൽ ഐ ബട്ടണിൽ ഇട്ടേക്കാം. അതുപോലെ തന്നെ വാട്സാപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് അതിൽ നിന്നും മാറാനായിട്ട് നമ്മൾക്ക് പറ്റുന്ന ഏറ്റവും നല്ല ആപ്ലിക്കേഷനുകളെക്കുറിച്ചും വാട്സാപ്പിനെ കുറിച്ച് ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസിനെ പറ്റിയുള്ള സംശയങ്ങളെക്കുറിച്ചും നമ്മളൊരു വീഡിയോ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി. അത് രണ്ടും ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ വീഡിയോകളിൽ ഓൾട്ടർനേറ്റീവ്സ് സംസാരിച്ച വീഡിയോകളിൽ ഏറ്റവും കോമൺ ആയിട്ട് ആൾക്കാർക്ക് വേണ്ടിയിരുന്നത് സിഗ്നൽ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനെ കുറിച്ച് അറിയാനായിരുന്നു താല്പര്യം. അപ്പോൾ സിഗ്നൽ ആപ്ലിക്കേഷൻ എനിക്കറിയില്ല, ചിലപ്പോൾ ഈ ഒരു എലോൺ മസ്കിൻ്റെ ആ ഒരു ട്വീറ്റ് കാരണമാണെന്ന് തോന്നുന്നു പെട്ടെന്ന് തന്നെ നമുക്ക് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും നമ്പർ 1 ആപ്ലിക്കേഷൻ ഡൗൺലോഡഡ് ആയിട്ട് മാറി. അത് സിഗ്നലും ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായി എന്നുള്ളതാണ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ ജസ്റ്റ് സിഗ്നൽ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നത്, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പുതിയൊരു അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ഫോണിൽ ആപ്പ് സ്റ്റോർ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ സിഗ്നൽ സെർച്ച് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ആപ്പ് സ്റ്റോറാണ്. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു നീല കളർ ഐക്കണുള്ള സിഗ്നൽ പ്രൈവറ്റ് മെസ്സേജിംഗ് എന്ന് എഴുതിയിരിക്കുന്നത്. സോ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് കാണുന്ന സ്പ്ലാഷ് സ്ക്രീനിൽ തന്നെ അവർ പ്രധാനമായും എഴുതിയിരിക്കുന്നത് സിഗ്നൽ വളരെ പ്രൈവസി കൺസിഡർ ചെയ്യുന്ന ഒരു സെക്യൂർ ആയിട്ടുള്ളൊരു മെസ്സേജിങ് ആപ്ലിക്കേഷനാണ് എന്നാണ്. അതുപോലെ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും താഴെ ഇട്ടിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. സോ നിങ്ങൾ നെക്സ്റ്റ് സ്ക്രീനിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് പെർമിഷൻസ് ചോദിക്കുന്നതാണ്. ഇപ്പോൾ iOS-ലാണെങ്കിൽ നോട്ടിഫിക്കേഷൻ അയക്കാനുള്ള ഒരു പെർമിഷനും കൂടെ എക്സ്ട്രാ ചോദിക്കുമെന്നുള്ളതാണ്. അതിനോടൊപ്പം നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റിൻ്റെ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. ഇത് പക്ഷേ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, ഈ ഒരു കോൺടാക്ട് ലിസ്റ്റിൻ്റെ പെർമിഷൻ നമ്മൾ കൊടുക്കുന്നുവെങ്കിലും ഈ കോൺടാക്റ്റുകളൊന്നും അവരുടെ സെർവറിലേക്ക് സ്റ്റോർ ആവുന്നില്ല എന്നുള്ളത് അവർ കൃത്യമായിട്ട് മെൻഷനും ചെയ്തിട്ടുണ്ട്. സോ ഇത് രണ്ടും നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. സോ ഇതിന് ശേഷം കാണുന്ന സ്ക്രീനിൽ നമ്മൾ നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അവർ പറയുന്നത് സിഗ്നൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ നമ്മൾ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് പെർമിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ നിന്നും അവർ കളക്ട് ചെയ്യുന്ന ഒരേ ഒരു ഡാറ്റ എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ നമ്പർ മാത്രമാണ് എന്നുള്ളതാണ്. സോ നമ്മൾ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക. ഫോൺ നമ്പർ അടിച്ച ശേഷം നമ്മുടെ ഫോണിലേക്ക് ഒരു SMS ആയിട്ട് 6 ഡിജിറ്റ് കോഡ് വരുന്നതാണ്. അപ്പോൾ ആ കോഡും നിങ്ങൾ ഇവിടെ അടിച്ചു കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. സോ അടുത്ത പേജിൽ നിങ്ങളുടെ കുറച്ച് പേഴ്സണൽ ഇൻഫർമേഷൻസ് ആണ് ഫില്ല് ചെയ്യേണ്ടത്. ജസ്റ്റ് നിങ്ങളുടെ പേര് മാത്രമേ ഫില്ല് ചെയ്യേണ്ടുള്ളൂ. സോ നിങ്ങളുടെ പേരും ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിം ഉണ്ടെങ്കിൽ ലാസ്റ്റ് നെയിമും ഫില്ല് ചെയ്യുക. ഇനി നിങ്ങൾക്കൊരു DP ഇടണമെങ്കിൽ ജസ്റ്റ് മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്താൽ, അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ DP ആയിട്ട് ഇടുവാണ്. സോ നമ്മുടെ DPയും പേരും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നെക്സ്റ്റ് കൊടുക്കാവുന്നതാണ്. സോ ഇനി അടുത്ത സ്ക്രീനിൽ അവർ ഒരു പിന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ പിൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സിഗ്നൽ ആപ്ലിക്കേഷനിൽ അയക്കുന്ന മെസ്സേജുകളെല്ലാം സെക്യൂർ ആക്കി എൻക്രിപ്റ്റഡ് ആക്കി വെക്കാനായിട്ട്, മറ്റുള്ളവർക്ക് വായിക്കാൻ പറ്റാത്ത രീതിയിൽ സേവ് ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സീക്രട്ട് കീ ആണ് ഈ പിൻ എന്നാണ് പറയുന്നത്. സോ മിനിമം 4 അക്കമെങ്കിലും ഈ പിന്നിൽ ഉണ്ടാവണം. അല്ല നിങ്ങൾക്ക് പാസ്വേഡ് ഉപയോഗിക്കണമെങ്കിൽ താഴെ ആൽഫ ന്യൂമറിക് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് പാസ്വേഡും സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഞാനിപ്പോൾ ഒരു പിന്നാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ പിന്ന് ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുന്നു. സോ ഒന്നും കൂടി പിൻ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. വീണ്ടും നമ്മൾ പിൻ എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുന്നു. സോ അത്രയും ഉള്ളൂ ബേസിക് ആയിട്ടുള്ള സെറ്റപ്പ്. സോ നമ്മൾ സിഗ്നലിൻ്റെ ആ ഒരു ഹോം പേജിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ മെസ്സേജും കാര്യങ്ങളൊന്നും കാണില്ല. അപ്പോൾ ഏറ്റവും മുകളിൽ നിങ്ങൾക്കൊരു പെൻസിലിൻ്റെ ഐക്കൺ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ മെസ്സേജ് അയക്കാനുള്ളൊരു ബട്ടനാണ്. അപ്പോൾ നമ്മൾക്ക് സിഗ്നൽ ആപ്ലിക്കേഷനിൽ ആരൊക്കെയാണ് നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിൽ നിന്നും ഉള്ളത് എന്നുള്ളവരുടെ പേര് മാത്രം നമ്മൾക്ക് ആ ഒരു ലിസ്റ്റിൽ കാണാൻ പറ്റുന്നുണ്ട്. സോ ഓൾമോസ്റ്റ് കുറച്ച് ആൾക്കാരെ ഇപ്പോൾ വന്നിട്ടുള്ളൂ. എന്നാലും കുറേ ആൾക്കാർ ഇങ്ങനെ ജോയിൻ ആയി വരുന്നുണ്ട്. സോ ഇപ്പോൾ ഞാൻ ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു വ്യക്തിയെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ചാറ്റ് സ്ക്രീൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. സോ ഈ ഒരു വ്യക്തിയെ സെലക്ട് ചെയ്തപ്പോൾ ചാറ്റ് സ്ക്രീൻ നമ്മളിപ്പോൾ iOS-ൻ്റെ ഒരു വാട്സപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ളൊരു സ്ക്രീനാണ് ഇപ്പോൾ നമ്മൾക്ക് കാണുന്നത്. സോ താഴെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. അതിനോടൊപ്പം നമുക്ക് മെസ്സേജ് എൻ്റർ ചെയ്യാനായിട്ടുള്ള ബോക്സും അതുപോലെ നിങ്ങൾക്ക് സ്റ്റിക്കർ അയക്കാനായിട്ടും സെൻഡ് ബട്ടണും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. സോ ഇപ്പോൾ ഒരു മെസ്സേജ് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ ഇതിൽ മറ്റേതുപോലെയല്ല ടിക്സ് വരുന്നത്. സോ ഫസ്റ്റ് ടിക്ക് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു മെസ്സേജ് സെൻഡായി എന്നുള്ളതാണ്. 2 ടിക്ക് വരുവാണെങ്കിൽ വാട്സാപ്പിലെ പോലെ തന്നെയാണ് ആ ഒരു ടിക്കിൻ്റെ രൂപം മാറിയിട്ടുണ്ടെന്ന്. സോ 2 ടിക്ക് വരുവാണെങ്കിൽ മെസ്സേജ് ഡെലിവർ ആയി എന്നാണ്. ഇനി ആ ടിക്കിൻ്റെ കളർ ഫില്ലായി എങ്കിൽ അത് ആ ഒരു പേഴ്സൺ വായിച്ചു എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾക്ക് ഫോട്ടോസ് അയക്കാം, വീഡിയോസ് അയക്കാം, ഗിഫ് അയക്കാം, ഇതെല്ലാം അയക്കാൻ പറ്റുന്നുണ്ട്.
ഇനി അതേപോലെ നിങ്ങൾക്ക് വാട്സാപ്പിലെ പോലെ സ്റ്റിക്കേഴ്സും ഈ ആപ്ലിക്കേഷനിൽ അയക്കാൻ പറ്റുന്നുണ്ട്. സോ സ്റ്റിക്കർ പാക്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ സ്റ്റിക്കേഴ്സും കൂടെ അയക്കാൻ സാധിക്കും. എന്നാൽ ചാറ്റ് സ്ക്രീനിൽ വാട്സാപ്പിൽ നിന്നും ചെറിയൊരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയത് നമ്മൾക്ക് നോർമലി ഫോർവേഡും അതേപോലെ മെസ്സേജസിന് ഇൻഡിവിജ്വലി റിപ്ലൈയും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വാട്സാപ്പിൽ നമ്മൾ കണ്ടത്. എന്നാൽ ഇതിൽ മെസ്സഞ്ചറിലെ പോലെ തന്നെ നമ്മൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് റിയാക്ഷൻസ് കാണാൻ സാധിക്കും. അതായത് ഓരോ ഇൻഡിവിജ്വൽ മെസ്സേജസിനും നമ്മൾക്ക് ഇപ്പോൾ ഒരു ലൈക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു ഇമോജി യൂസ് ചെയ്ത് റിയാക്ട് ചെയ്യാനായിട്ടും പറ്റും. അതിൽ കാണുന്ന ഇമോജീസ് മാത്രമല്ല നമ്മുടെ ഫോണിലുള്ള ഇഷ്ടം പോലുള്ള എല്ലാ ഇമോജീസും യൂസ് ചെയ്ത് നമുക്ക് റിയാക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും ഈ ഒരു സിഗ്നൽ മെസ്സഞ്ചറിലുണ്ട്. ഇനി അതേപോലെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കോളിൻ്റെയും വോയിസ് കോളിൻ്റെയും ഓപ്ഷൻ ഉണ്ട്. ഇനി അതേപോലെ പേരിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രൊഫൈൽ സ്ക്രീനിൽ പോകുന്നുണ്ട്. പ്രൊഫൈൽ സ്ക്രീനിൽ നമുക്ക് വാട്സാപ്പിൽ കാണുന്ന പോലെ തന്നെ സിമിലർ സ്ക്രീനാണ് കാണുന്നത്. ഇനി ഇതിൽ വാട്സാപ്പിലെ പോലെ തന്നെ ഡിസപ്പിയറിംഗ് മെസ്സേജസും ഈ ആപ്ലിക്കേഷനിൽ ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ അൺസെൻഡ് ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അൺസെൻഡ് ഓപ്ഷനും ഉണ്ട്. ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് ഡിലീറ്റ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ആ ഒരു ചാറ്റിൻ്റെ. ആ സമയത്ത് നമുക്ക് ഡിലീറ്റ് ഫോർ മീയോ ഡിലീറ്റ് ഫോർ എവരി വണ്ണോ എങ്ങനെയാണോ വാട്സാപ്പിൽ വന്നത് അതേപോലെ ഇതിലും വരുന്നുണ്ട്. ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുത്തു കഴിഞ്ഞാൽ ദിസ് മെസ്സേജ് ഹാസ് ബീൻ ഡിലീറ്റഡ് എന്ന് പറഞ്ഞ ആ ഒരു സെയിം വാട്സാപ്പിലെ പോലെ തന്നെയാണ് ഇതിലും കാണുന്നത്. ഇനി തിരിച്ച് ഹോം സ്ക്രീനിൽ വരുവാണെങ്കിൽ നമ്മൾക്ക് ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റുന്നുണ്ട്. സോ പ്രൊഫൈൽ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷനെ സെറ്റിംഗ്സ് പേജിലേക്കാണ് പോകുന്നത്. സോ ഇൻവൈറ്റ് എ ഫ്രണ്ട് എന്നും കുറേ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പിയറൻസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാർക്ക് മോഡ് വേണോ ലൈറ്റ് മോഡ് വേണോ അതോ നിങ്ങളുടെ ഫോണിൽ ഓട്ടോമാറ്റിക്കലി ഡാർക്കും ലൈറ്റും ആവാനായിട്ടുള്ള സെറ്റിംഗ് ഇട്ടിട്ടുണ്ടെങ്കിൽ സിസ്റ്റം സെറ്റിംഗിലേക്കും മാറ്റാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അതേപോലെ ബാക്കിയുള്ള പ്രൈവസി ഓപ്ഷനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വാട്സാപ്പിൽ കാണുന്ന പോലെ തന്നെ എല്ലാ പ്രൈവസി ഓപ്ഷൻസ് ഇപ്പോൾ റീഡ് റെസിപ്പിയൻ്റ് ആയിക്കോട്ടെ ഈ ടൈപ്പിംഗ് എന്ന് പറഞ്ഞ് ഇത് കാണിക്കുന്ന ഹൈഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനൊക്കെ ഈ ആപ്ലിക്കേഷനിൽ ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ ഇപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എടുക്കുന്ന സമയത്ത് ഫിംഗർ പ്രിൻറ്റ് യൂസ് ചെയ്ത് ലോക്ക് ചെയ്യണം അല്ലെങ്കിൽ ഫേസ് അൺലോക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഈ ആപ്ലിക്കേഷൻ്റെ സെറ്റിംഗ്സിൽ പ്രൈവസിയുടെ അകത്തുണ്ട്. നമ്മൾ ഇൻഡിവിജ്വൽ ചാറ്റുകൾ എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്ത് അതുപോലെ തന്നെയാണ് നമുക്ക് ഗ്രൂപ്പ് ചാറ്റുകളും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ആ പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ഗ്രൂപ്പ് കൊടുത്തിട്ട് പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവരും ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഒരേ ഒരു കുറവ് വാട്സാപ്പ് വെച്ച് ഇതിലെനിക്ക് കണ്ടത് ഒന്നല്ല 2 കുറവുകൾ കണ്ടത്. ഒന്ന് നമുക്ക് സ്റ്റേറ്റസ് ഇടാൻ പറ്റില്ല എന്നുള്ളതാണ്. വാട്സാപ്പിൽ ആ ഒരു ഫീച്ചർ പിന്നീടാണ് കൊണ്ടുവന്നതെങ്കിലും വളരെ പോപ്പുലർ ആയിരുന്നൊരു ഫീച്ചറാണ്. അത് നമ്മൾക്ക് ഇതിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ പുതിയ അപ്ഡേറ്റ് വഴി അവർ ആഡ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ വാട്സപ്പ് പേയ്മെൻറ്റ്സ് ഉണ്ടായി. വാട്സപ്പ് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു പേയ്മെൻറ്റ് ഫീച്ചർ നമുക്ക് സിഗ്നലിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ പേയ്മെൻറ്റ് ഫീച്ചർ ഈ അടുത്തായിട്ടാണ് റോൾ ഔട്ട് ചെയ്തതെന്നുള്ളതുകൊണ്ട് കുറേ ആൾക്കാരൊന്നും അത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് അതൊരു വലിയൊരു മിസ്സിംഗ് ആയിട്ട് നമ്മൾക്ക് ഈ ആപ്ലിക്കേഷനെ തോന്നും എന്നെനിക്ക് തോന്നുന്നില്ല. സോ ഇത്രയുമാണ് നമ്മൾക്ക് സിഗ്നൽ ആപ്ലിക്കേഷനെ കുറിച്ച് അറിയാനുള്ളത്. ബേസിക്കലി വാട്സാപ്പിൽ കാണുന്ന ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും തന്നെ ഈ ആപ്ലിക്കേഷനിലുണ്ട്. കുറച്ചുകൂടെ പ്രൈവറ്റ് ആണ് എന്ന് മാത്രം. കുറേയധികം ആൾക്കാരൊന്നും നിങ്ങളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്താൽ കാണില്ലെങ്കിലും ഓരോ ആൾക്കാരും ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്ത് വരുന്നുണ്ട്. സോ എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ പോപ്പുലർ ആവുമോ അതോ എല്ലാവരും വാട്സാപ്പിൽ ഐ അഗ്രി കൊടുത്ത് വാട്സാപ്പിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് നമ്മുടെ ഡാറ്റ എല്ലാം വാട്സാപ്പിന് ഷെയർ ചെയ്തുകൊണ്ട് വീണ്ടും വാട്സാപ്പ് കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. സോ നിങ്ങളുടെ ചോയ്സ് ഏതാണ്? വാട്സാപ്പ് ആണോ അതോ ഈ പുതിയ സിഗ്നൽ ആപ്ലിക്കേഷൻ ആണോ എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.